ആ ആട്ടിടയന്മാർ ഉണർന്നിരിക്കുകയായിരുന്നു. അതായത് ആത്മീക ഉണർന്നിരിക്കുക എന്നതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ലോകം ഉറങ്ങിക്കിടന്ന ആ സമയത്ത് ആട്ടിടയന്മാർ ഉണർന്നിരിക്കുകയായിരുന്നു. ലൂക്കോസ് 2:8 പറയുന്നത്, അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അവരുടെ ജോലിയിൽ നിന്ന് ഉണർന്നിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ചിലപ്പോൾ ഈ ആടുകളെ പിടിക്കുവാൻ വരുന്ന വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ കള്ളന്മാരോ എന്ത് തരത്തിലുള്ള അപകടങ്ങളോ ഒക്കെ വരാം. അവരുടെ ആ ശാരീരികമായിട്ട് ഉണർന്നിരിക്കുന്ന ആ കാര്യത്തെ ആത്മീകമായിട്ട് ഉണർന്നിരിക്കുക, അലേർട്ടായിരിക്കുന്നതുമായിട്ട് നമുക്കൊന്ന് മിറർ ചെയ്യാൻ പറ്റും. 1 തെസ്സലോനിക്കർ 5:6 തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ, അതായത് ആത്മീകമായി ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായുമിരിക്കുക. ദൈവം തൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നത് ആത്മീക ഉറക്കത്തിൽ കംഫർട്ടബിളായി സ്വസ്ഥമായി ഇരിക്കാത്തവരിലേക്കാണ് ദൈവം തൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്നത്. അതായത് പ്രാർത്ഥന വല്ലപ്പോഴും ഒക്കെ നടത്തുന്നവർക്കാണോ? അല്ല, പ്രാർത്ഥന ദൈനംദിന ഒരു ലൈഫ് സ്റ്റൈലായിരിക്കുന്നവരിലേക്കാണ് ദൈവം തൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്നത്. അങ്ങനെയുള്ളവർ എപ്പോഴും ഉണർന്നിരിക്കും, ആത്മീകമായി ഉണർന്നിരിക്കും. അവർക്ക് വേണ്ടി മാത്രമല്ല, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയും അവർ ഉണർന്നിരിക്കും.